ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഇന്നേക്ക് 7ാമത്തെ ദിവസമാണ് നമ്മൾ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ളത് കേട്ടോ. എന്തായാലും ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എന്താണ് നമുക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, വീടായിട്ടും ബന്ധമല്ല, അതേമാതിരി ഫ്രണ്ട്സായിട്ടും ബന്ധമല്ല. ഫുൾ ഹോസ്പിറ്റൽ, അതേമാതിരി മെഡിക്കൽ ഷോപ്പ്, ലാബ്, പഴയ മെഡിക്കൽ കോളേജ്, പൊതിച്ചോറ്, പിന്നെ ഇഫ്താറിൻ്റെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് വേറെ ഒരു നേരം പോലും നമുക്ക് വെറുതെ നിൽക്കാൻ ഇവിടെ കഴിയുന്നില്ല. കാരണം അത്രയും പണികളാണ്. എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ബൈസ്റ്റാൻഡർമാർക്കാണ് പണി. നമ്മൾ ബൈസ്റ്റാൻഡറിൻ്റെ, അതായത് രോഗിയുടെ അസുഖം മാറി വരുമ്പോഴേക്കും ബൈസ്റ്റാൻഡർ രോഗിയായി മാറും. കാരണം അങ്ങനെയാണ്. നമ്മൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ഫുൾ ഓട്ടമാണ്. ചെറിയ പനി പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. രോഗികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പും, അതായത് നേരത്തെ ഫുഡും കയറി ട്രിപ്പിലൂടെ പോയിട്ടും മരുന്ന് കൊടുത്തിട്ടും അവർക്ക് റെസ്റ്റാണ്. പക്ഷെ കൂടെ നടക്കുന്ന ആൾ പോകുമ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് എങ്ങനെ പണം ഏൺ ചെയ്യാമെന്ന് പറഞ്ഞുതരാൻ വന്നത്. അതിന് പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. വൺ എക്സ്പെക്ട്. PSG, സിറിയ എന്നിവയുടെ ഔദ്യോഗിക പങ്കാളിയും കൂടിയാണ് വൺ എക്സ്പെക്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്നിവ ലൈവായി കണ്ട് അവരുടെ സ്കോറുകൾ പ്രവചിച്ച് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഐഫോണും ലാപ്ടോപ്പും എന്നീ സമ്മാനങ്ങളൊക്കെ നേടാൻ കഴിയും. പിന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ ടീമിനെ മാത്രം സന്തോഷിപ്പിക്കാനല്ല, മാച്ച് സ്കോർ ഊഹിച്ച് പണമോ സമ്മാനങ്ങളോ നേടാനുള്ള മികച്ച അവസരം കൂടിയാണിത്. ഒപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് 43,000 വരെ ഏൺ ചെയ്യാൻ കഴിയും. പേടിഎം, ബാങ്ക്, ക്രിപ്റ്റോ, പേപ്പാൽ എന്നിവയിലൂടെയും മറ്റ് എളുപ്പവഴിയിലൂടെയും നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിൻവലിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ടും ലഭിക്കും. ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വേഗം പോയി ജോയിൻ ചെയ്തോളി. പിന്നെ ഗൂഗിളിൽ പോയിട്ട് വൺ എക്സ്പെക്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് കയറിക്കോളി, സമ്മാനങ്ങൾ നേടും. എന്തായാലും ഇന്നൊരു ചെറിയൊരു റംദാൻ ഇഫ്താറിൻ്റെ ഒരു ചെറിയൊരു വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്ത് ഇവിടെ KMCCയിലെ ഇഫ്താറിൻ്റെ പരിപാടികളുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കൊച്ച് ഇഫ്താർ വിശേഷമാണ്. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ നല്ല ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് രോഗികളും പേഷ്യൻസും, അതേമാതിരി ഉച്ചക്ക് DYFIക്കാരുടെ ഇന്ന പാർട്ടി എടുത്ത് വരില്ല, ഏത് പാർട്ടിക്കാരാണെങ്കിലും ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം ഞാനിവിടെ നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ്. ഞാനൊരു പാർട്ടി അനുഭാവിയല്ല, പക്ഷേ ഏത് പാർട്ടി ആയാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണമെന്നാണ്. പക്ഷെ അതൊക്കെ നല്ല ഉപകാരമാണ്. ഒരു നേരത്തെ ഭക്ഷണം നമുക്കത് അനുഭവിക്കുന്നുണ്ട്. ചില നേരത്തെ നമ്മൾ വരി നിൽക്കേണ്ടത് അവർ പെട്ടെന്ന് കൊടുത്തു തീർക്കണം. ഒരു പൊതിച്ചോറായിട്ട് ഉച്ചക്ക് DYFI, വൈകുന്നേരത്തെ KMCC. എന്തായാലും രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ്. സാധാരണക്കാർക്കായാലും ആർക്കായാലും, കാരണം നല്ല ട്രീറ്റ്മെൻറ്റാണ്. അതേമാതിരി തന്നെ ഡോക്ടേഴ്സും, അതിലുപരി നേഴ്സുമാരും. ഞാൻ ഒരു പ്രൊമോഷനല്ല, നമുക്കതൊന്നും ഗവൺമെൻറ്റിന് പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും പൈസ ചിലവാക്കാൻ നമുക്ക് പ്രൈവറ്റിൽ കാണിച്ചൂടെ, വാപ്പാണ് നോക്കിക്കൂടെ. എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു ബെറ്റർ ആയിട്ടുള്ള ചികിത്സ പ്രൈവറ്റിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബൈസ്റ്റാൻഡർമാർക്ക്, അത് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് ഇടങ്ങേറുണ്ടെങ്കിലും രോഗികൾക്ക് നല്ല സുഖമാണ്, നല്ല ട്രീറ്റ്മെൻറ്റാണ്. 24 മണിക്കൂർ എല്ലാവരും ഉണ്ട്. ഓരോ ആവശ്യങ്ങൾ, അതേമാതിരി നമുക്ക് ഫുഡായിക്കോട്ടെ, വൈകുന്നേരത്തായിക്കോട്ടെ, എല്ലാം കറക്റ്റ് ടൈമിൽ ടോക്കൺ കൊടുന്ന് തരുന്നുണ്ട്. ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ ആണ് വരിക. അതിന് ശേഷം കുറച്ച് റിസൾട്ട് എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി MRIയുടെയും CTൻ്റെയും പാടെ കിട്ടിയാൽ മതി. അതിനെന്തായാലും ഒരു 4 ദിവസം പിടിക്കും. അത് കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ളത് പറയാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കിട്ടിയ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് എന്താണ് പറയണമെന്നുള്ളത്, കറക്റ്റ് എന്താണ്, അടുത്ത സ്റ്റേജ് എന്താണ്, അടുത്തത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും കൊച്ച് ഇഫ്താർ വിശേഷം കാണാം. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇന്ന് നമ്മളെ ഉപ്പാടെ ഏട്ടനും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അതായത് പല ജ്യേഷ്ഠനും ഇതേ അസുഖമാണ്. പാപ്പ ചോദിക്കും പാരമ്പര്യമാണോ? പാരമ്പര്യമല്ല, അവർക്കും ഇതേ അസുഖമാണ്, വയറിൻ്റെ ഉള്ളിൽ അസുഖമാണ്. അതിനും കൊളോണോസ്കോപ്പി ചെയ്യണം. അതിന് ഇവർ നേരെ മെഡിക്കൽ കോളേജിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം പ്രൈവറ്റിലാണ് കാണിച്ച്. ഓക്കെ, അതിന് മൂത്തമ്മയും അതേമാതിരി ഉപ്പാടെ ഏട്ടനും വന്നിട്ടുണ്ട്, മൂത്താപ്പിയും വന്നിട്ടുണ്ട്. അവരവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുന്നുള്ള ഷുവറാണ്. നമ്മൾ കുറച്ച് ഇടങ്ങാറാവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഒരു ചെറിയ ഇഫ്താറും ഉപ്പാടെ ജ്യേഷ്ഠനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വെന്നയിൽ കുറച്ച് മെച്ചമുണ്ട്. ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വെന്നയിലും കുറച്ച് ആൾക്ക് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് മെച്ചമുണ്ട്. മറ്റേത് വീട്ടിലൊന്നും ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കഴിക്കാനായിട്ടാണ്. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഛർദ്ദിക്കും. ഇപ്പോൾ
ഇവിടെ ഛർദിക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഫ്താർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ പരിപാടികൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആ ടീമിനും എല്ലാവർക്കും ഒരുപാട് നമ്മുടെ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് രോഗികളും അതിൽ അവർക്കൊക്കെ അത് അംഗീകൃതമാണ്. പക്ഷെ അത് കൊടുക്കണമെന്നുള്ള മനസ്സിനും വലിയൊരു സല്യൂട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെയൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമാണ്. കാരണം ഓരോരുത്തർ കൊടുക്കണ കാണപ്പെട്ടോ. എന്തായാലും നമുക്ക് ഇഫ്താറിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ അങ്ങനെ KMCസിയുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഗൂഡ്സിലാണ് കേട്ടോ അവർ ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും നല്ല ഒരു കാര്യമാണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ നമുക്ക് വാർഡിലൂടെ വന്ന് ടോക്കൺ തരും. എന്നിട്ട് ഒരു 5:30 ആകുമ്പോഴേക്കും നിങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് മെഡിക്കൽ ഷോപ്പിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ നേരെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിലോട്ട് വന്നാൽ മതി. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വേഗം കൊടുത്തു വിടുന്നുണ്ട്. നമുക്കിതിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ ഒരു ഗൂഡ്സ് മാത്രമല്ല കേട്ടോ, ഇനി വേറൊരു വണ്ടിയും പാടെ വരാനുണ്ട്. അതിൽ കഞ്ഞി ഉണ്ടാവും, ചോറുണ്ടാവും, മീനുണ്ടാവും, അങ്ങനെ വൈകുന്നേരത്തേക്കുള്ളതും ഉണ്ടാവും. അതേമാതിരി നമ്മൾ നോമ്പ് തുറന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവർ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ടോക്കനൊക്കെ പിടിച്ച് സെഞ്ചൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ നമുക്കും 2 പൊതി കിട്ടിയിട്ടുണ്ട്. ഇനി പൊതിയിൽ എന്തൊക്കെയുള്ളതെന്നുള്ള നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പൊതിയൊക്കെ ആയിട്ട് ഞാൻ ഉമ്മയുടെ അടുത്തേക്കും ചക്കൻ്റെ അടുത്തേക്ക് എത്തി. നോമ്പ് തുറക്കാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുത്തിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പ് തുറന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ വരാന്തയിൽ തന്നെയാണ്. കാരണം വേറെ എവിടെ ഇരിക്കാനും സ്ഥലമൊന്നുമല്ല. ഇന്നലെ ഒരുപാട് പേഷ്യൻസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളെന്തായാലും വരാന്തയിൽ പായ വിരിച്ചങ്ങാണ്ട് ഇവിടെ ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. എന്തായാലും ഒക്കെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഇത്ര കാലം നോമ്പൊക്കെ നമ്മൾ വീട്ടിൽ ടേബിളിലൊക്കെ ഇരുന്ന് ബാങ്ക് കൊടുക്കാൻ കാത്ത് നിന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ഓരോന്ന് നമ്മൾ തന്നെ പരീക്ഷിച്ച് പിന്നെ തണ്ണിമത്തനും മറ്റേതൊക്കെ ഒരുക്കൂലേ, ജ്യൂസും കാര്യങ്ങളും. ഇത് ജ്യൂസൊന്നുമില്ല, നമ്മൾ മിനറൽ വാട്ടറിലാണ്. എന്തായാലും ഉപ്പൊക്കെ ഒന്ന് നീച്ചിക്കണം. എത്ര നേരം കടന്നുറങ്ങായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഒക്കെ ചക്കര അയച്ചിങ്ങനെ കൂട്ടുന്നുണ്ട്. പത്തിരിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കാണാണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എന്തായാലും ഇതന്നെ കിട്ടിയില്ലേ, വലിയൊരു കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ മാക്സിമം ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഇത്രയും പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് വരില്ല. കാരണം ചിക്കൻ കറി കറക്റ്റ്, പിന്നെ ഒരു പഴം, പിന്നെ ഇതിൽ സമൂസ ഉണ്ട്, ഈത്തപ്പഴം ഉണ്ട്, പിന്നെ അതാ ഓറഞ്ച് ഉണ്ട്, പത്തിരി ഉണ്ട്, ചിക്കൻ കറി. അപ്പോൾ എന്തായാലും ഇതന്നെ അൽഹംദുലില്ലാ അത് കൊടുത്ത അവർക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരുപാട് രോഗികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു വഴിയില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, വീട്ടിലൊന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നോമ്പെടുത്തിട്ട്. അപ്പോൾ എന്തായാലും അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലും അതേ ഇതിലും സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കേസ് ഇനി ഒന്നും നോക്കുന്നില്ല, ബാങ്ക് കൊടുത്തിക്കണം. അപ്പോൾ ഉമ്മാക്കൊരു ഈത്തപ്പഴം കൊടുത്തു, അങ്ങനെ ചക്കരക്കൊരു ഈത്തപ്പഴം കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. എന്തായാലും ഞങ്ങളിതൊക്കെ ഒന്ന് വേഗം ഒന്ന് കാലിയാക്കട്ടെ ഗൈസ്. അങ്ങനെ നോമ്പ് തുറക്ക് കഴിഞ്ഞു അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ടോ. അതിന് ശേഷം നമുക്ക് ഉപ്പാടെ ജ്യേഷ്ഠൻ വന്നിട്ടു. അപ്പോൾ ഈ ഇരിക്കണതാണ് ഉപ്പാടെ ജ്യേഷ്ഠൻ വരുന്നത്. മൂപ്പർക്കും ഇതേ അസുഖമാണ്. കാരണം ഉപ്പാക്ക് ഛർദിയും മറ്റേ മൂത്താപ്പാക്ക് എന്താണ് വയറിളക്കത്തിൻ്റെ പ്രശ്നമാണ്. 2 ആൾക്കും കുടലിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യാൻ പറഞ്ഞേക്കണേ. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുന്നത് ബ്ലഡ് എന്തോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 ആളും ഒരുമിച്ച് ഒരേ വാർഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. പിന്നെ മൂത്തമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. മൂത്തമ്മ അത് അമ്മാനോട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ചക്കര പുറത്തേക്ക് ലാബിലോട്ട് എന്തിനോ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്. ഞാൻ ചെറിയൊരു ഇഫ്താർ വൈകുന്നേരത്തെ ഇഫ്താർ എടുത്താണ്. എന്തായാലും മൂത്താമ്മനെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.